ഹായ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തമ്പനെയിലിൽ കണ്ടൊരു വലിയൊരു കാര്യമാണ് നാവിൻ്റെ ദുരുപയോഗം. ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഒട്ടും അർഹനല്ല. കാരണം എനിക്കിതേവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്നിൽ ഒരു തരത്തിലും എൻ്റെ ഒരു നിയന്ത്രണത്തിലല്ലാത്തൊരു അവയവമാണ് എൻ്റെ നാവ്. ഞാൻ എപ്പോഴും പലതരത്തിൽ ആൾക്കാരെ പരിഹസിക്കുന്നതിനും ചീത്ത വിളിക്കുന്നതിനും ദുഷിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നതിനൊക്കെ എൻ്റെ നാവ് ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ എന്നും കുർബാനയിൽ ഈശോനെ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഇതൊരു വളരെ വിരോധാഭാസമായൊരു കാര്യമാണ്. ഞാൻ ഒട്ടും അർഹനല്ല. പക്ഷേ ഇന്ന് ഞാൻ എന്ത് വീഡിയോ ചെയ്യണമെന്ന്, എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ബൈബിളുണ്ട്, ഒരു പോക്കറ്റ് ബൈബിളുണ്ട്. ഈ ബൈബിളാണിത്. അപ്പോൾ ഈ ബൈബിളിൽ ഞാനിന്ന് ചുമ്മാ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തുറക്കും. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് എടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതെ, ഈ കണ്ടില്ലേ, ജെയിംസ് എന്നുള്ള പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ആണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്. എനിക്കങ്ങനെ ഇംഗ്ലീഷ് വായിച്ചാൽ നല്ല രീതിയിൽ മനസ്സിലാവുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നാവിൻ്റെ ദുരുപയോഗത്തെ പറ്റിയിട്ടുള്ളതെന്ന് മനസ്സിലായി. ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇത് ചെയ്യാം, ഈ വീഡിയോ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വചനത്തിലൂടെ കിടക്കാം. ഞാനിതിൻ്റെ മലയാളത്തിലുള്ളതാണ് വായിക്കുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ തുടക്കം തന്നെ. ഓക്കെ. നാവിൻ്റെ ദുരുപയോഗം. എൻ്റെ സഹോദരരെ, നിങ്ങളിലധികം പേർ പ്രബോധരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായി വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവാൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവാൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായി അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. എല്ലാതരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? അപ്പോൾ കഴിഞ്ഞു. വലിയ ഇലാബറേഷനോ അല്ലെങ്കിൽ ഞാനിതിന് വലിയ തരത്തിലുള്ള വിശദീകരണമോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളിലധികം പേർ പ്രബോധരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവാൻ. ഇത് ഞാൻ എനിക്ക് തന്നെയുള്ളൊരു വചനമായിട്ട് ഞാൻ കരുതാണ്. കാരണം ഞാനൊരു പ്രബോധകനാകുന്നതിനോടൊപ്പം ഞാൻ ആത്മീയ ശുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കേണ്ടവനാണ്. പക്ഷേ എന്നിലിപ്പോഴും ഒരു വ്യത്യാസവും. ഞാൻ ദൈവരാജ്യം പ്രഘോഷിക്കാനോ അല്ലെങ്കിൽ യേശുവിനെ ഏറ്റു പറയാനോ യേശു ഏക രക്ഷകനാണെന്ന് ഏറ്റു പറയാനും തുടങ്ങിയതിന് ശേഷവും എൻ്റെ സ്വഭാവത്തിൽ ഒട്ടും മാറിയിട്ടില്ല. 1% മാറിയിട്ടില്ല. അപ്പോൾ ഈ വചനം എനിക്കുള്ള വചനമാണ്. നമ്മൾ പ്രബോധകരാകുമ്പോൾ കൂടുതൽ തരത്തിൽ നമ്മൾ വിധിക്കപ്പെടാൻ, അതായത് വലിയ തരത്തിലുള്ള കൂടുതൽ കർശനമായ വിധിക്ക് നമ്മൾ അർഹനാകുന്നു. അപ്പം ഞാൻ എന്നിലുള്ള ഒരു പരിവർത്തനത്തിന് ഞാൻ ആഗ്രഹിക്കാതെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പരിവർത്തനപ്പെടാൻ പറയുന്നത് വളരെ വിരോധാഭാസമാണ്. വിരോധാഭാസം എന്ന് മാത്രമല്ല, അത് ഒരു തെറ്റായ കാര്യമാണ്. അപ്പോൾ എന്നിൽ ഒരു മാറ്റം വരാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ നാവിൻ്റെ ദുരുപയോഗം വളരെ വലുതാണ്. അത് നിങ്ങൾ ആ ദുരുപയോഗത്തിൽ നിന്ന് എന്നെ കരകയറ്റാൻ നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ, നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ എൻ്റെ ഈ നാവിൻ്റെ ദുരുപയോഗം നിങ്ങൾ മാറ്റിയെടുക്കണം. അത് ഞാനും ശ്രമിക്കുന്നുണ്ട്. നിങ്ങളതിന് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളിലുള്ള, അതായത് എന്നെ കേൾക്കുന്ന നിങ്ങളിലും എനിക്ക്, അതായത് നമുക്കൊരുമിച്ച് ഈ നാവിൻ്റെ ദുരുപയോഗത്തിന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്ക്
ഈ ഒരു ദിവസം, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഈ ദിവസം, നാവ് കൊണ്ട് നമുക്കൊരാളെയും ഉപദ്രവിക്കാതെ, ഒരാളെയും കുറ്റം പറയാതെ, ഒരാളെയും പരിഹസിക്കാതെ, കുറവുകൾ കണ്ടെത്താതെ നല്ലത് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തീർത്തു തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു.